മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണെ എൻഐഎ ചോദ്യം ചെയ്യുമെന്നാണ് വാർത്ത. ഡൽഹി പട്യാല ഹൌസ് എൻഐഎ പ്രത്യേക ജഡ്ജി ചന്ദർജിത് സിംഗ് തഹാവൂർ റാണെ 12 ദിവസം എൻഐഎ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്ക് സംബന്ധിച്ചുള്ള തെളിവുകളും എൻഐഎ കോടതിയിൽ ഹാജരാക്കി. ഡൽഹി എൻഐഎ ആസ്ഥാനത്ത് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ബൽറാം, വെൽക്കം ടു വേങ്ങര സഭാ സ്ക്വയർ. അപ്പൊ ബൽറാം, ഇതിപ്പോ തഹാവൂർ റാണെ ചോദ്യം ചെയ്യലിലൂടെ വീണ്ടും മുംബൈ ഭീകരാക്രമണത്തിന്റെ പുതിയ അന്വേഷണ വഴികൾ തെളിയുകയാണോ? എന്തൊക്കെയാണ് എൻഐഎയുടെ പ്ലാൻസ്? വെരി ഗുഡ് മോർണിംഗ് SKN, ഹാഷ്മി, വിജയകുമാർ. NIA-ക്ക് 18 ദിവസത്തെ കസ്റ്റഡിയിലാണ് തഹാവൂർ റാണയെ ലഭിച്ചിരിക്കുന്നത്. 17 വർഷത്തോളം നീണ്ട കാത്തിരിപ്പാണ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6:30 ഇന്നലെ വൈകിട്ട് 6:22 തഹാവൂർ റാണയുമായുള്ള പ്രത്യേക വിമാനം ഡൽഹിയിലെത്തിയത്. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട നടപടിക്രമങ്ങൾക്ക് ഒടുവിലാണ് തഹാവൂർ റാണയെ പാലം സാങ്കേതിക വിമാനത്താവളത്തിൽ നിന്നും പുറത്ത് ഇറക്കി ഡൽഹിയിലെ പട്യാല ഹൌസ് പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കി. അവിടെയും ഏതാണ്ട് 3.5 മണിക്കൂറോളമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടായത്. തഹാവൂർ റാണയെ 20 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യമാണ് NIA ഉന്നയിച്ചിരുന്നത്. അതിൽ ഒരു പ്രത്യേകത എന്നുള്ളത്, സാധാരണ നിലയിൽ കസ്റ്റഡി അപേക്ഷകൾ നൽകുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരം മാത്രമാണ് നൽകാറുള്ളത് എങ്കിൽ ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ റാണയുടെ പങ്ക് സംബന്ധിച്ച് NIA-ക്ക് ഇതുവരെ ലഭിച്ച മുഴുവൻ തെളിവുകളും കോടതിക്ക് മുന്നിൽ ഹാജരാക്കിക്കൊണ്ടാണ് ഇയാളെ 18 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം NIA ഉന്നയിച്ചത്. ഏതാണ്ട് 3.5 മണിക്കൂറോളം എടുത്തിരുന്നു ഈ നടപടികൾ എന്നുള്ളത്. NIA-ക്കായി പ്രത്യേക സംഘം, മുതിർന്ന അഭിഭാഷകരടങ്ങുന്ന പ്രത്യേക സംഘമാണ് ഹാജരാകുകയും ഈ തെളിവുകൾ നിരത്തുകയും ചെയ്തത്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗൂഢാലോചനയിൽ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഇനിയും നീങ്ങേണ്ടതുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തഹാവൂർ റാണയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നും NIA അറിയിച്ചു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 18 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 2:40 തഹാവൂർ റാണ ഈ NIA ആസ്ഥാനത്ത് എത്തിച്ചത്. ഇവിടെ കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ഇന്നും റോഡിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ കനത്ത സുരക്ഷ ഡൽഹി പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും സുരക്ഷ NIA ആസ്ഥാനത്തിന് പുറത്ത് ഒരുക്കിയിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യലിലാകട്ടെ 12 പേർക്ക് മാത്രമാണ് ചോദ്യം ചെയ്യാൻ അധികാരം ഉള്ളത്. അത് NIA-യുടെ DG സദാനന്ദ് ദത്തെ, IG ആശിഷ് ബത്ര, DIG ജയ ജോയ് അടക്കമുള്ള 12 പേർക്ക് മാത്രമാണ് തഹാവൂർ റാണയെ താമസിപ്പിച്ചിരിക്കുന്ന അതീവ സുരക്ഷയുള്ള പ്രത്യേക സെല്ലിൽ പ്രവേശിക്കാൻ പോലും അനുമതിയുള്ളത്. മറ്റാർക്കെങ്കിലും ചോദ്യം ചെയ്യൽ ആവശ്യമാണെങ്കിൽ മുൻകൂർ അനുമതി നേടേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കടുത്ത ഉപാധികളോടുകൂടിയാണ് തഹാവൂർ റാണയെ കൈമാറിയിരിക്കുന്നത്. സുരക്ഷ, പ്രായം, ആരോഗ്യനില അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമായിരിക്കും തഹാവൂർ റാണയെ ചോദ്യം ചെയ്യാൻ ആകുക. ഇതിൽ NIA സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ നിലവിൽ പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറമായി മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാക് ഭരണകൂടത്തിനോ ബന്ധമുണ്ടോ എന്നോ മറ്റേതെങ്കിലും ഭീകര സംഘടനകൾക്ക് ബന്ധമുണ്ടോ, സാമ്പത്തിക സഹായം നൽകിയിരുന്നോ, ഒപ്പം തന്നെ ഈ റാണയും ഹെഡ്ലിയും ഇന്ത്യ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, റാണ കുടുംബത്തോടൊപ്പം ഇന്ത്യയിൽ കൊച്ചിയും ഡൽഹിയും അടക്കമുള്ള നഗരങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ ലഭിക്കുമെന്നാണ് NIA-യുടെ പ്രതീക്ഷ. SKN, ഹാഷ്മി, വിജയകുമാർ.